രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രക്ഷസ എന്ന് പറയപ്പെടുന്നു. അതൊന്ന്. പിന്നെ എന്താ പറയുന്നത്, യജ്ഞത്തിൻ്റെ ഭാഗം അവർക്ക് അവകാശപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിനെ രക്ഷസ എന്ന് പറയുന്നു. ഹവിസിൻ്റെ അംശം എന്താ പറയുന്നത്, ഭക്ഷണയോഗ്യമോ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതോ അല്ലാത്തത് കൊണ്ട് അവയെ രക്ഷസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്, രഹസ്യ സ്ഥലത്ത് വെച്ച് മൃതിപ്പെടുന്നത് കൊണ്ട്, അപ്പോൾ ദുരാത്മാവായ പിശാച എന്നൊക്കെ ഇതിന് വ്യംഗ്യാർത്ഥങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ആരാധനാ സമ്പ്രദായത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിൻ്റെ വശമെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്വം കൊണ്ടാണ്. അതായത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ആ ഒരു ഭൗതിക ശരീരത്തെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തി അവിടെ പൂജാ സംവിധാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പം വൈഷ്ണവ പൂജയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. വൈഷ്ണവ സങ്കല്പത്തിൽ ശിവലിംഗ സമാനമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഇനി ബ്രഹ്മരാക്ഷസൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെല്ലാം ഈ പറയുന്ന രക്ഷസിൻ്റെ വിവിധ തലങ്ങളിലേക്ക് അത് വരും. അപ്പം അതിന് പറയുന്ന ഒരു പ്രമാണം, അതായത് പറയുന്ന എന്താ വെച്ചാൽ, ആരണ്യേ നിർജ്ജലേ ദേശേ ഭവതി ബ്രഹ്മരാക്ഷസ എന്ന് പറയുന്നത്. പരസ്യയോഷിതാം ഹൃത്വാം ബ്രഹ്മസ്വം അപഹൃത്വജ. പരസ്യയോഷിതാം ഹൃത്വം, അന്യൻ്റെ ഭാര്യയെ അപഹരിച്ചിരിക്കുന്നതായിട്ടുള്ള പാപം ചെയ്ത ആൾക്കാർ, അത് ഈ ബ്രാഹ്മണ്യത്വം സിദ്ധിച്ച ആൾക്കാർ. ബ്രഹ്മസ്വം അപഹൃത്വജ, ദേവൻ്റെ സ്വത്ത് അപഹരിച്ചവൻ. അപ്പം ഇതെല്ലാം ഈ ബ്രാഹ്മണ്യത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് വിചാരിച്ചോണം. ബ്രഹ്മസ്വം അപഹൃത്വജ, ഈ ഭഗവാന്റെ സ്വത്ത് അല്ല ദേവന്റെ സ്വത്ത് അപഹരിച്ചവർ. ആരണ്യേ നിർജ്ജലേ ദേശേ ഭവതി ബ്രഹ്മരാക്ഷസ എന്നാണ് പറയുന്നത്. ആരണ്യകത്തിലോ അതായത് കാട്ടിലോ നിർജ്ജലമായിരിക്കുന്ന പ്രദേശങ്ങളിലോ വെച്ച് കൊല്ലപ്പെടുക, വെള്ളം കുടിക്കാതെ മരണപ്പെടുക തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് ബ്രഹ്മരാക്ഷസൻ എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.